സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പഠിക്കാനാണോ കളിക്കാനാണോ വീഴാനാണോ? ഇവിടെ വീഴ്ചയെടുപ്പ കൂടുതലും നടന്നുകൊണ്ടിരിക്കണേ. ഇതൊക്കെ ഒന്ന് നേരാവാൻ ഇനി സമയം എടുക്കൂലേ? നനച്ചപ്പോ സമാധാനമായല്ലോ. ഇങ്ങനെ നനച്ചും കൊണ്ട് സ്കൂളിൽ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോഴേക്ക് ജലദോഷം പിടിച്ചിട്ട് വരുമോ? ജലദോഷം പിടിച്ചിട്ട് വന്ന പിന്നെ ലീവ് കിട്ടുമല്ലോ അല്ലേ? സ്കൂളിൽ പോകണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വാവുകുട്ടി ചെയ്ത പണി, കുടിച്ച വെള്ളം, കുടിക്കാനുള്ള വെള്ളം, കൈ കഴുകാനുള്ള വെള്ളം ഏതാ അറിയില്ല, ഒക്കെപ്പാടെ എടുത്തിട്ട് മേത്തുകൊണ്ട് ഒഴിച്ചു. യൂണിഫോമിൽ മൊത്തം വെള്ളം. എന്നിട്ട് ഇതോ വന്നേക്കണു. നനച്ചപ്പോ സമാധാനമായല്ലോ. ഇങ്ങനെ നനച്ചും കൊണ്ട് സ്കൂളിൽ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോഴേക്ക് ജലദോഷം പിടിച്ചിട്ട് വരുമോ? ജലദോഷം പിടിച്ചിട്ട് വരുമോ? ജലദോഷം പിടിച്ചിട്ട് വന്ന പിന്നെ ലീവ് കിട്ടുമല്ലോ അല്ലേ? സ്കൂളിൽ പോകണ്ടല്ലോ അല്ലേ? വാവുകുട്ടിക്ക് ഉറക്കം മതിയായിട്ടില്ല പറഞ്ഞിട്ട് കിടന്നുറങ്ങിയിരിക്കുകയായിരുന്നു. ഇവിടെ ഒരാൾക്ക് കുക്കിങ്ങിന് ടൈം പോരാന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തു. ഇന്നിപ്പോ രണ്ടാളും കുറച്ച് വൈകിട്ടാ പോണത്. കേട്ടോ ക്ഷീണം, ഭയങ്കര ക്ഷീണം. ഭാവി നീക്കില്ലല്ലോ. രാവിലെ എത്ര ലേറ്റായിട്ട് നീച്ച് നേരത്തെ ഉറങ്ങണം. പറഞ്ഞാൽ അപ്പ എനിക്ക് കളിയാ പന്തുകൊണ്ട് ഇങ്ങനെ 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 തട്ടി തട്ടി നീക്കാൻ പറ്റില്ല. രാവിലെ നേരത്തെ കിടക്കാൻ പറഞ്ഞാൽ അപ്പ കരച്ചില്, കളിക്കാനാ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. നേരത്തെ കിടന്നോണ്ടോട്ട് വന്ന് ശരി വാ. ഇന്ന് 2 പേരുണ്ടാക്കാൻ പോവാണ്. ഒന്ന് ബീട്രൂട്ട് ഉപ്പേരി, ഒന്ന് ചെറുപയർ ഉപ്പേരി. ഇനി പണി തുടങ്ങട്ടെ. രാവിലെ തൊട്ട് ഉച്ച വരെ കസ്റ്റമർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വർക്ക് ഏകദേശം തീരുമാനമാക്കി. ഇനി ഒരു ദിവസത്തേക്ക് കൂടി വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമറുടെ പരിപാടി കഴിഞ്ഞു, അടുത്ത വർക്കിലേക്ക് പോവാം. 1 മണി വരെ കസ്റ്റമർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നേരം വൈകിപ്പോയി. ഇപ്പൊ 2 മണി ആവാറായി, ഏകദേശം 2 മണി ആവാറായി ലഞ്ച് ടൈമിന്. ഇന്ന് ഉപ്പേരിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ്. ചോറ് തന്നെയാണ്, ദോശ ഉണ്ടാക്കിയില്ല. ബീൻസ് ക്യാരറ്റ് ഉപ്പേരി, ചെറുപയർ ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, മീൻകറി, ചോറ്, പപ്പടം. ഇതാണ് ഇപ്പൊ ഇന്നത്തെ ലഞ്ച്. കഴിക്കല്ലേ? കണ്ടത് റെഡി ആയിട്ടിരിക്കണം. നമ്മളെന്താ ഉപ്പേരി മുഴുവൻ എടുത്തില്ലേ? നമുക്ക് ചെറുപയർ കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവൂലേ? നീ വേണോ? വേണ്ട. പക്ഷെ നോക്ക് അമ്മ, ദസ് ഇവിടെയാണ് പിച്ചില്, ഫ്രിഡ്ജിന് പിച്ചിലല്ലേ? മുന്തിരിക്ക് പറയാറില്ലേ? പിടിച്ചെന്ന് പറയാണ്. മുന്തിരി വേണോ? വേണ്ട, രാത്രി കഴിക്കാം. ശരി. നിന്റെ രാത്രിയാണോ? രാത്രി തന്നെയാണ്. രാത്രിയല്ല, പിന്നെ 6:45 അപ്പൊ രാത്രി ആയില്ലേ? നോക്ക്, സമയം നോക്ക്. കണ്ട ഈ കാലിന്റെ മുകളിലുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഒരു കളറ്. വേനുണ്ടോ? എന്താ ചുറ്റുമണി സ്കൂളിലത്തെ ചടവില് നാളെ ഇങ്ങനെ നീങ്ങി നീങ്ങി ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി പോവാന്. അപ്പോൾ നാളെ അങ്ങനെ നീങ്ങി പോകുമ്പോ അങ്ങനെ ഒട്ടിടിയും. വാവക്കുട്ടി സ്കൂളിൽ പോയിട്ട് മുറിയാക്കി വന്നിട്ടുണ്ട്. ഇത്ര ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേറിന്റെ മുകളിൽ ഇടിച്ചു എന്നാണ് പറയണത്. 2 ഇടത്തില് ഒരു ചോര കല്ലച്ചിരിക്കുന്ന പാട് കാണാൻ പറ്റും. ചെറുതായിട്ട് വേദനയുണ്ട്. സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പഠിക്കാനാണോ കളിക്കാനാണോ വീഴാനാണോ? ഇവിടെ വീഴ്ചയെടുപ്പ കൂടുതലും നടന്നുകൊണ്ടിരിക്കണേ. ഇതൊക്കെ ഒന്ന് നേരാവാൻ ഇനി സമയം എടുക്കൂലേ? 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഉറപ്പായിട്ട് ഈ വീഴ്ച ഉണ്ടാവൂലേ? വീണിട്ട് തന്നെയാണ് പഠിക്കാല്ലേ? ഞാനും നല്ലോണം വീണിട്ടുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ ഒരുപാട് പാടുകളും ഒരുപാട് മുറികളും ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. വിരലിലുണ്ടാവുന്ന വീഴ്ചകൾ മാത്രമേ ഉള്ളൂ, മുറികളും പാടുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.